ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം കവനന്റിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവികമായ ഉടമ്പടികൾ. കഴിഞ്ഞ ആഴ്ച ഏബ്രഹാമിക് കവനന്റ് നമ്മൾ തീർത്തു. അതില് 3 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 3 ആഴ്ച കൊണ്ടാണ് ഏബ്രഹാമിക് കവനന്റ് തീർത്തത്. ഒന്ന്, ദ ബോഡി ഓഫ് ദ കവനന്റ്. അതിന്റെ ബിഗിനിങ്ങിൽ ഏബ്രഹാമും സാറയും എന്ത് ചെയ്തു? ദർ വാസ് എ നെയിം ചേഞ്ച്. അത് കഴിഞ്ഞ ശേഷം ബോഡി ഓഫ് ദ കവനന്റ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ചാപ്റ്റർ 12, ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1 to 3 നമ്മൾ വായിച്ചു. പിന്നീട് കട്ട് ദ കവനന്റ്. കവനന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കട്ട് എന്നാണ്. വൂണ്ട്, മേക്ക് ആൻ ഇൻസിഷൻ, രക്തം വാർന്നൊഴുക, രക്തം ഊർന്നൊഴുക എന്നാണ് കവനന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കട്ട് ദ കവനന്റ് എന്നാണ് പറയുന്നത്. കട്ട് ദ കവനന്റിനെ പറ്റി നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് നാം വായിച്ചു. അത് കഴിഞ്ഞ് കംപ്ലീഷൻ ഓഫ് ദ കവനന്റ്. ഹൗ ക്യാൻ ഏബ്രഹാം എൻറ്റർ ഇൻ ടു ദ കവനന്റ്? ബൈ സർക്കംസിഷൻ. സർക്കംസിഷൻ ഈസ് ദ സൈൻ ദാറ്റ് കംപ്ലീറ്റ്സ് ദ കവനന്റ് എന്ന കാര്യം നാം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. അങ്ങനെ ബിഗിനിങ് ഓഫ് ദ കവനന്റ്, ദ കട്ട് ദ കവനന്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ദ കവനന്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നാം കവനന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. അത് എല്ലാവർക്കും അനുഗ്രഹപ്രദം ആയിരുന്നു എന്ന് കരുതുന്നു. പിന്നെ ക്ലീൻ ആനിമൽസ് ആൻഡ് അൺക്ലീൻ ആനിമൽസ് എന്ന വിഷയം. എന്തുകൊണ്ടാണ് ക്ലീൻ ആനിമൽസ്, അൺക്ലീൻ ആനിമല്? ദൈവവചനത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്നും ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും എന്താണെന്നൊരു ചോദ്യം എല്ലാവരുടെയും ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചിരുന്നു. തമ്പിച്ചാന് സാറാമ്മേന്റെ അവന് റെസ്പോണ്ട് ചെയ്തു. വളരെ കറക്റ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്തു. അതിനെപ്പറ്റി നമുക്ക് അവസാനമായി ചിന്തിക്കാം. അപ്പോൾ ഇന്ന് നമ്മള് മൊസൈക് കവനന്റ് അല്ലെങ്കിൽ മോശയോട് ചെയ്ത ഉടമ്പടി, അതിലേക്ക് കടന്നു വരികയാണ്. ഏബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ കവനന്റ് ആണെന്ന് നമ്മൾ കണ്ടു. വ്യവസ്ഥയില്ലാത്ത കവനന്റ്. കാരണം ഏബ്രഹാമിക് കവനന്റിൽ നമ്മൾ വായിച്ചു, ജെനസിസ് 12:1 to 3 വായിച്ചു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക. അവിടെ മുതല് ഇനി പറയുകയാണ്, ഐ വിൽ ബ്ലസ് യു. I will make your name great. I will make you a great nation. You shall be a blessing. I will bless those who bless you. I will curse those who curse you. And in you all the families of the earth shall be blessed. ഇവിടെ എല്ലാം നമ്മൾ കണ്ടു. I will, ഞാൻ ചെയ്യും എന്ന കർത്താവ് പറഞ്ഞത്. അബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് അബ്രഹാം ഒന്നും ചെയ്യണ്ട. അബ്രഹാം ഉൽപ്പത്തി 15, ജെനസിസ് ചാപ്റ്റർ 15, he was in a deep sleep. God made that covenant with God himself. അല്ലെങ്കിൽ God made that covenant with Jesus by walking in between those two pairs of animals എന്ന് നമ്മൾ കണ്ടു. ഇനിയും എന്നാൽ മോശയുടെ കവനന്റ് കണ്ടീഷണൽ കവനന്റ് ആണ്. വ്യവസ്ഥാപിതമായ, വ്യവസ്ഥയിൽ ഊന്നിയിട്ടുള്ള കവനന്റ് ആണ് മോശയ്ക്ക് ദൈവം കൊടുത്തത്. ഇനി മോശയ്ക്ക് ദൈവം കൊടുത്ത മൊസൈക് കവനന്റും ഏബ്രഹാമിക് കവനന്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എനിവേ, നാം വായിച്ചു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യം നാം ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് മൈ കവനന്റ്. ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ് ദാറ്റ് ഈസ് ഷെഡ് ഫോർ മെനി ഫോർ ദ റെമിഷൻ ഓഫ് ദെയർ സിൻ. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ എന്റെ രക്തം ആകും. അപ്പോൾ ഇതെല്ലാം ബ്ലഡ് കവനന്റ് ആണ് എന്ന് നമ്മൾ കണ്ടു. എല്ലാം ബ്ലഡ് കവനന്റ് ആണ്. രക്തം ചൊരിഞ്ഞിട്ടുള്ള ഉടമ്പടിയാണ് ഇതെല്ലാം.
രക്ത ഉടമ്പടിയാണ്. മൊസൈക് കവനന്റും രക്ത ഉടമ്പടിയാണ്. മൊസൈക് കവനന്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചാൽ അതിന്റെ ബോഡി ഓഫ് ദ കവനന്റ് ഉണ്ട്, then comes the cutting the covenant, cut off the covenant ഉണ്ട്, then completion of the covenant. അതില് ഇന്ന് നമുക്ക് cut the covenant എന്ന ഭാഗത്തെ പറ്റി നമുക്ക് പഠിക്കാം. ഞാൻ ആദ്യം എന്നും പറയുന്നത് പോലെ we are in the new covenant. We are the beneficiary of the new covenant deed. നമ്മള് ന്യൂ കവനന്റിലെ ആളുകളാണ്. മൊസൈക് കവനന്റിന്റെ മോശയോട് ചെയ്ത ഉടമ്പടിയുടെ ആളുകളല്ല. വി ആർ ന്യൂ കവനന്റ് പീപ്പിൾ. മൊസൈക് കവനന്റ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 24 വരെയുള്ള വാക്യങ്ങളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. മൊസൈക് കവനന്റില് 10 കൽപ്പന മാത്രമല്ല, ഏകദേശം 613 മിത്സ്വ എന്ന അതിന് പറയുന്നത് 613 കൽപ്പനകളും ഓർഡിനൻസും ഉണ്ട്. 613. അത് പുറപ്പാട് പുസ്തകം, എക്സഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ് ആൻഡ് ഡ്യൂട്രോണമി, ഈ പുസ്തകങ്ങളിലെല്ലാം ചിതറിക്കിടക്കുകയാണ് ദ ബോഡി ഓഫ് ദ മൊസൈക് കവനന്റ്, ആ മോശയിക ഉടമ്പടി. 10 കൽപ്പന അതിന്റെ മോറൽ സൈഡ് മാത്രമാണ്, മോറൽ സൈഡ് ഓഫ് ദ മൊസൈക് ലോ. പിന്നെ സിവിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട, സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പനകളുണ്ട്. റിലീജിയസ് ലൈഫുമായിട്ട്, ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട, സാക്രിഫൈസുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പനയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടന്നു വരാം. അതിന് പകരം ഇന്ന് കട്ട് ദ കവനന്റ് എന്ന വിഷയമാണ്. അതിനു മുമ്പ് ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സ് 1 to 2 നമുക്ക് വായിക്കാം. എന്തുകൊണ്ടാണ് ഇത് കണ്ടീഷണൽ ആയിരിക്കും, വ്യവസ്ഥ പ്രകാരമുള്ള കവനന്റ് ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണവും നടന്ന നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നീ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. മതി. അപ്പോൾ ആ കൽപ്പനകൾ എല്ലാം, നിന്റെ ദൈവമായ യഹോവ പറയുന്ന കൽപ്പനകൾ എല്ലാം അവിടെ ഓളം എഴുതിയിട്ടുണ്ട്. എല്ലാം നീ കേട്ടനുസരിക്കാമെങ്കിൽ താഴെ പറയുന്ന അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം നിനക്ക് വന്ന് സിദ്ധിക്കും എന്ന് പറയുന്നു. എല്ലാ കൽപ്പനകളും അനുസരിക്കാമെങ്കിൽ താഴെ പറയുന്ന ഡ്യൂട്രോണമി 3-ാം വാക്യം മുതൽ 28-ന്റെ 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള സകല നന്മകളും നിനക്ക് വന്ന് ഭവിക്കും. നമുക്കത് ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്ററാ. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിന്നെ വാലല്ല നിന്നെ തലയാക്കും, നീ വായ്പ കൊടുക്കുന്നവനായിരിക്കും, നീ വായ്പ വാങ്ങത്തില്ല. ഇങ്ങനെ ആദ്യായ കൽപ്പനകളെല്ലാം നമുക്കിവിടെ, അനുഗ്രഹങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. നിന്റെ ശത്രു നിന്റെ വഴിയെ ഒരു വഴിയായി നിനക്കെതിരെ കടന്നു വരും, എന്നാൽ അവർ 7 വഴിയായി ചിതറി ഓടുന്നത് നീ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അതിനകത്ത് കാണുവാൻ സാധിക്കും. 15-ാം വാക്യം മുതൽ പറയുകയാണ്, ഇനിയും ഈ കൽപ്പനകളൊക്കെ നീ അനുസരിക്കാതിരുന്നാൽ, സോ യു ഹാവ് എ പാർട്ട് ടു പ്ലേ ഇൻ ദ മൊസൈക് കവനന്റ്. ഈ കൽപ്പനകൾ ഒന്നും നീ അനുസരിക്കാതിരുന്നാൽ 15-ാം വാക്യം മുതൽ 62 64 വാക്യങ്ങൾ വരെയും, ടു ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ, സകല ശാപങ്ങളും സകല രോഗങ്ങളും സകല അടിമത്തങ്ങളും അവിടെ പറയുക. എല്ലാം കേട്ട് അനുസരിക്കാതിരുന്നാൽ, എല്ലാം അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാതിരുന്നാൽ വരുന്ന ശാപങ്ങള്, നമ്മൾ പലപ്പോഴും പറയുന്ന രോഗങ്ങള്, നമ്മൾ പലപ്പോഴും പറയുന്ന ബന്ധനങ്ങള്, നമ്മൾ പറയുന്ന ദാരിദ്ര്യങ്ങള്, ഇതെല്ലാം ഡ്യൂട്രോണമി 28-ന്റെ 15 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം
ശാപങ്ങളുടെ കൂട്ടത്തിലാണ് അൺഫോർച്ചുനേറ്റ്ലി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് ശാപങ്ങളുടെ കൂട്ടത്തിലാ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അതുകൊണ്ട് നീ ഇതെല്ലാം അനുസരിക്കാമെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാ പറയുന്നത്. Now the question is, നമുക്ക് എല്ലാം അനുസരിക്കുവാൻ സാധിക്കും? നമുക്ക് സകല കൽപ്പനകളും അനുസരിക്കാൻ സാധിക്കുമോ? കുറച്ച് കൽപ്പന അനുസരിക്കാം, ബാക്കി ഇനിയും കർത്താവ് നോക്കിക്കോളും എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ല. ഇതെല്ലാം അനുസരിക്കാമെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം വരും. അതുകൊണ്ട് തന്നെ Mosaic covenant is conditional, based upon your part to play, based upon your obedience. നിന്റെ അനുസരണം, നിന്റെ ഭാഗത്തു നിന്ന് നീ ചെയ്യേണ്ടത് ഇതിനെ അനുസരിച്ചാണ് Mosaic covenant നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ Mosaic covenant is conditional. ഇനിയും ഖഡ്ഗ കവനന്റിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മുടെ പ്രധാന വിഷയം അതാണ്. ലേവ്യ പുസ്തകം 4:1 മുതൽ 7 വരെയുള്ള അധ്യായം സാക്രിഫൈസസിനെ പറ്റി പറയുന്നുണ്ട്. 5 തരം സാക്രിഫൈസസ് ഉണ്ട്. ഒന്ന്, ഹോൾ ബേൺഡ് ഓഫറിങ്, 1-ാം അധ്യായത്തിൽ പറയുന്നു. 2, മീൽ ഓഫറിങ് അഥവാ മീറ്റ് ഓഫറിങ് അഥവാ ഗ്രെയിൻ ഓഫറിങ്, ഭോജനയാഗം, 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ പറയുന്നു പീസ് ഓഫറിങ്, സമാധാനയാഗം. 4-ാം അധ്യായത്തിൽ പറയുന്നു സിൻ ഓഫറിങ്, പാപപരിഹാരയാഗം. അടുത്ത അധ്യായത്തിൽ, അടുത്ത 2-3 അധ്യായത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയുന്നത്. അടുത്ത അധ്യായത്തിൽ പറയുന്നു ട്രസ്പാസ് ഓഫറിങ് അല്ലെങ്കിൽ ഗിൽറ്റ് ഓഫറിങ്, അകൃത്യയാഗം. ഇങ്ങനെ 5 കൂട്ടം യാഗങ്ങളെ പറ്റിയാ പറയുന്നത്. ഇതില് ഹോൾ ബേൺ ഓഫറിങ്, മീൽ ഓഫറിങ്, പീസ് ഓഫറിങ്, ഇത് 3ഉം വോളണ്ടറി ഓഫറിങ്. ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ യഹൂദൻ അത് ചെയ്താൽ മതി, വോളണ്ടറിയാ. പിന്നെ അതുപോലെ തന്നെ ഈ 3 ഓഫറിങ്ങും സ്വീറ്റ് ഓഫറിങ്, സ്വീറ്റ് അരോമാറ്റിക് ഓഫറിങ് എന്നാ പറയുന്നത്. സൗരഭ്യവാസനയുള്ള യാഗമാണ്, സൗരഭ്യവാസനയുള്ള യാഗമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി അടുത്തത് സിൻ ഓഫറിങ്ങും ട്രസ്പാസ് ഓഫറിങ്ങും is a requirement, it is mandatory. അത് ഫ്രീ വിൽ ഓഫറിങ് അല്ല, അത് ചെയ്തേ പറ്റത്തുള്ളൂ, നിർബന്ധമാണ്. ഇനിയും ഇത് 2ഉം നോൺ സ്വീറ്റ് ഓഫറിങ്, സൗരഭ്യവാസന അല്ലാത്ത 2 ഓഫറിങ്. ഇനിയും എന്തുകൊണ്ടാണ് ഇത് സ്വീറ്റ്, ആദ്യത്തെ 3ഉം സ്വീറ്റ് അരോമ ഓഫറിങ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സൗരഭ്യവാസനയുള്ള യാഗമാണെന്ന് പറയുന്നത്? കാരണം there was no sin involved in those 3 offerings. Whole burnt offering, meal offering, peace offering. പാപവുമായിട്ട് ബന്ധപ്പെട്ടല്ല അത് കിടക്കുന്നത്, മറിച്ച് മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്ന യേശുവുമായിട്ട് ബന്ധപ്പെട്ട, യേശുവിന്റെ പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫറിങ് ആയതുകൊണ്ടാണ്. ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് സിൻ ഓർ ട്രസ്പാസ്. മനുഷ്യന്റെ പാപമോ അകൃത്യമോ അവരുടെ ഇനിക്വിറ്റിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. മനുഷ്യപുത്രന്റെ പ്രവൃത്തികളും ചെയ്തികളും അവന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ സ്വീറ്റ് അരോമ ഓഫറിങ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ 2ഉം സിൻ ഓഫറിങ്ങും ട്രസ്പാസ് ഓഫറിങ്ങും നോൺ സ്വീറ്റ് എന്ന് പറയാൻ കാരണം മനുഷ്യന്റെ പാപവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. അത് 2ഉം മാൻഡറ്റോറി നോൺ ഫ്രീ വിൽ ഓഫറിങ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ യഹൂദൻ. സിൻ ഓഫറിങ്ങും ട്രസ്പാസ് ഓഫറിങ്ങും. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിട്ട് സിൻ ഓഫറിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പോകും. ഇനി ഒരു വ്യക്തി പാപം ചെയ്തു, പ്രത്യേകിച്ച് സിൻ ഓഫറിങ് 4-ാം അധ്യായത്തിലാണ് ലെവിറ്റിക്കസ്. ഒരു വ്യക്തി പാപം ചെയ്തു, ഒരു യഹൂദൻ പാപം ചെയ്താൽ അദ്ദേഹം തൻ്റെ ഭവനത്തിലുള്ള താൻ വളർത്തുന്ന ഒരു ആടുമാടുകളെ, ആട്ടുകൊറ്റനെ അല്ലെങ്കിൽ ഒരു ബുള്ളക്കിനെ യാഗത്തിന് വേണ്ടി പുരോഹിതന്റെ അടുത്തോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഇത് ഞാൻ പറയുമ്പോ
കമ്പയർ ഇറ്റ് വിത്ത് ന്യൂ കവനന്റ്. നമ്മുടെ ന്യൂ കവനന്റുമായിട്ട് കമ്പയർ ചെയ്ത് വേണം ഇതെടുക്കാൻ. അപ്പോൾ പാപിയായ ഒരു വ്യക്തി, പാപിയായ ഒരു യഹൂദൻ, അദ്ദേഹം പാപം ചെയ്തു. അദ്ദേഹം പാപിയായ നമ്മൾ ഓരോരുത്തർ നമ്മൾ പാപം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു കാളക്കിടാവിനെയും കൊണ്ട് എടുത്തോണ്ട് പുരോഹിതന്റെ അടുത്തേക്ക് വരിക. പാപപരിഹാര യാഗം, സിൻ ഓഫറിങ്ങിനു വേണ്ടി, പാപം മറയ്ക്കപ്പെടുന്നതിന് വേണ്ടി പുരോഹിതന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഇദ്ദേഹം ആ കാളക്കിടാവിനെ അതിനെ ആകമാനം പല ദിവസങ്ങളോളം എക്സാമിൻ ചെയ്യും. അതിന്റെ വട്ടം നടന്ന് അതിന് കേടുപാടുകൾ ഉണ്ടോ എന്ന് അദ്ദേഹം അതിനെ നോക്കും. അതിന്റെ ചുറ്റും നടക്കും, അതിന്റെ കണ്ണിലേക്ക് നോക്കും, അതിന്റെ തലയിലേക്ക് നോക്കും, ചെവികളിലേക്ക് നോക്കും, അതിന്റെ പുറത്തേക്ക് നോക്കും, അതിന്റെ ശരീരത്തിലേക്ക് നോക്കും, അതിന്റെ കൈകാലുകളിലേക്ക് നോക്കും, അതിന്റെ വാലിലേക്ക് നോക്കും. അങ്ങനെ പല ദിവസം എക്സാമിൻ ചെയ്യും, ഇതിന് ഊനമില്ലാത്തതാണോ അല്ലയോ എന്നറിയാം. കാരണം ഇറ്റ് ഹാസ് ടു ക്വാളിഫൈ ഫോർ ദ സിൻ ഓഫറിങ്. സിൻ ഓഫറിങ്ങിന് ഇത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ പുരോഹിതൻ തിരിച്ചുവിട്ടാൽ പിന്നെ ഇതുപോലെ വേറൊരു കാളക്കിടാവിനെ എടുത്തുകൊണ്ട് ചെല്ലണം. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം പല ദിവസം താൻ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ആ മൃഗത്തെ എക്സാമിൻ ചെയ്ത ശേഷം അതിന്റെ കഴുത്തിൽ ഒരു കയറുമൊക്കെ ഇട്ട് അതിനെ കൊണ്ട് പാപിയായ യഹൂദൻ അതിനെ കൊണ്ട് മഹാപുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേവാലയത്തിൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ബിഷപ്പും അദ്ദേഹത്തിന്റെ താഴെ അനേക പുരോഹിതന്മാരും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടി, ദേവാലയത്തിലെ ഇതര വിഷയങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ വേണ്ടി അനേക ലീവൈറ്റ്സ് അവരെ അസിസ്റ്റ് ചെയ്യുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു. മഹാപുരോഹിതനെയും ബിഷപ്പിനെയും മറ്റ് പുരോഹിതന്മാരെയും ലീവൈറ്റ്സും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇദ്ദേഹം പാപിയായ യഹൂദന് ഈ മൃഗവുമായിട്ട് മുൻപോട്ട് ചെല്ലും. മഹാപുരോഹിതൻ ബിഷപ്പ് ഇറങ്ങി വന്നു, ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചു, കോർട്ട്യാർഡിലേക്ക് പ്രവേശിച്ചു. കോർട്ട്യാർഡ് ചെല്ലുമ്പോ ആദ്യം കാണുന്നത് ഒരു ബ്രൈസൺ ഓൾട്ടർ, മൃഗബലിക്ക് വേണ്ടിയുള്ള ഒരു ഓൾട്ടർ ഇരിപ്പുണ്ട്. അതിന്റെ പുറകില് ലൈവർ ഉണ്ട്, താമ്രത്തൊട്ടി, വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ലൈവർ ഉണ്ട്. ഇത് രണ്ടും ആ കോർട്ട്യാർഡിലുള്ളത്. ഇദ്ദേഹം ഈ മൃഗവുമായിട്ട് അവിടെ ചെന്നു. മഹാപുരോഹിതൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുവാൻ, ഈ മൃഗബലിയിൽ അസിസ്റ്റ് ചെയ്യുവാൻ അനേക പുരോഹിതന്മാരും അവരെ അസിസ്റ്റ് ചെയ്യുവാൻ അനേക ലേവ്യരും കൂടെയുണ്ട്. പാപിയായ വ്യക്തി അവിടെ ചെന്ന് ഈ മൃഗത്തെ മഹാപുരോഹിതന്റെ കയ്യിലോട്ട് കയറ് കൊടുത്തു. യാഗപീഠത്തിന്റെ ബ്രൈസൺ ഓൾട്ടറിന്റെ 4 സൈഡിലും 4 കൊമ്പുകളുണ്ട്. 4 കൊമ്പുകൾ നിൽപ്പുണ്ട്. മഹാപുരോഹിതൻ ഈ മൃഗത്തെ ആ കൊമ്പുകൾ ഒന്നിന്മേൽ കെട്ടിയിട്ടിട്ട് മഹാപുരോഹിതൻ ആ മൃഗത്തെ നോക്കുവാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, let us take this one into the new covenant. പാപിയായ ഒരു വ്യക്തി, യഹൂദൻ, ഇവിടെ നിൽക്കുകയാണ്. അറക്കുവാനുള്ള മൃഗം ഇപ്പുറത്ത് നിൽക്കുന്നു, അതിനപ്പുറമായിട്ട് മഹാപുരോഹിതൻ നിൽക്കുന്നു. മഹാപുരോഹിതൻ, ബിഷപ്പ് ഈ മൃഗത്തെ എക്സാമിൻ ചെയ്യുക. ഇത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രക്രിയ. അദ്ദേഹം അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി, ചെവികളിലേക്ക് നോക്കി, തല മൊത്തം നോക്കി, കഴുത്തിലേക്ക് നോക്കി, ശരീരമാസകലം നോക്കി, കാലുകളിലേക്ക് നോക്കി, കൈകളിലേക്ക് നോക്കി, വാല് കണ്ടു. അദ്ദേഹം പലതവണ ഈ മൃഗത്തിന്റെ ചുറ്റും ബിഷപ്പ് ഇങ്ങനെ നടക്കും. ഞാൻ പറഞ്ഞു വരുന്ന പിക്ചർ ഇതാണ്. പാപിയായ വ്യക്തി ഇവിടെ നിൽക്കുന്നു, മൃഗം ഇവിടെ നിൽക്കുന്നു, മഹാപുരോഹിതൻ അപ്പുറത്ത് നിൽക്കുന്നു, ഒരു ഓൺ എ ലൈൻ. മഹാപുരോഹിതൻ ഈ മൃഗത്തെ നോക്കുന്നു. ആരെയാ നോക്കുന്നത്? ആ കൊണ്ടുപോയ വ്യക്തിയെ അല്ല നോക്കിയത്. പാപിയായ യഹൂദനെ അല്ല മഹാപുരോഹിതൻ, ബിഷപ്പ് നോക്കുന്നത്. ബിഷപ്പ് നോക്കുന്നത് മുഴുവൻ യാഗവസ്തുവിന് ഊനമുണ്ടോ,
യാഗവസ്തുവിന് കുറവുകളുണ്ടോ? ഇതിന്റെ കാലിന് നീളക്കുറവുണ്ടോ? ഒടിഞ്ഞതോ ചതവോ ഇതിന്റെ ശരീരത്തുണ്ടോ? ഒടിവോ ചതവോ ഇതിന്റെ ശരീരത്തുണ്ടോ? ഇത് പെർഫെക്റ്റ് ആണോ ദൈവത്തിന് കൊടുക്കുവാൻ? ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ യാഗവസ്തു സ്വീകരിക്കുന്നതല്ല, ദൈവം സ്വീകരിക്കുക. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള യാഗവസ്തുക്കൾ. അപ്പോൾ പാപിയായ വ്യക്തി യഹൂദൻ അവിടെ ഒരിടത്ത് നിൽക്കുക. അദ്ദേഹത്തെ മഹാപുരോഹിതൻ നോക്കുന്നേ. ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? പാപിയായ വ്യക്തിയെ മഹാപുരോഹിതൻ നോക്കുന്നേ ഇല്ല. അദ്ദേഹം നോക്കുന്നത് മുഴുവൻ മൃഗത്തെയാണ്. ഇദ്ദേഹത്തിന് പാപം എത്രമാത്രം ഇദ്ദേഹം പാപം ചെയ്തെന്നോ, എന്തു പാപമാണ് ചെയ്തതെന്നോ ഇതൊന്നും ബിഷപ്പിന്റെ വിഷയമാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ബിഷപ്പ് നോക്കുന്നത് മൃഗത്തിന്, യാഗവസ്തുവിന് എന്തെങ്കിലും കുറവുണ്ടോ, കുറ്റമുണ്ടോ എന്നുള്ളത്. എത്ര പാപം ചെയ്തെന്നല്ല, പാപി എത്ര പാപം ചെയ്തെന്നോ, എന്ത് സീരിയസ് ആയിട്ടുള്ള പാപം ചെയ്തെന്നോ എന്നുള്ളതല്ല ബിഷപ്പിന്റെ വിഷയം. അദ്ദേഹം ഇങ്ങനെ വട്ടം നടന്ന് നോക്കി, കുറവുകളൊന്നും കണ്ടില്ല. മൃഗത്തിന് കുറവുകളൊന്നും കണ്ടില്ല. അക്സെപ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നു. ഇനിയും എക്സാമിൻ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ആ മൃഗം ക്വാളിഫൈ ചെയ്തു. അപാപിയായ വ്യക്തിയുടെ സ്ഥാനത്ത് മരിക്കുവാൻ താൻ ഇത്രയും നാളും വളർത്തിയ ആ മൃഗം, നിഷ്കളങ്കമായ ആ മൃഗം ഇപ്പോൾ കൊല്ലപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു ആടിനെയോ ഒരു പശുവിനെയോ നമ്മൾ വളർത്തുന്ന ഒരു മൃഗത്തെയോ കൊല്ലുക എന്ന് പറയുമ്പോൾ അല്പം പ്രയാസമുള്ള കാര്യം. അപ്പോൾ അടുത്ത ആ സ്റ്റെപ്പിലേക്ക് ബിഷപ്പ് വരികയാണ്. ബിഷപ്പ് പറഞ്ഞു, ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് ക്വാളിഫൈഡ്. ദിസ് ആനിമൽ ഈസ് worthy to be slaughtered. ഇത് അറക്കപ്പെടുവാൻ, നിനക്ക് പകരം അറക്കപ്പെടുവാൻ യോഗ്യനാണ്. നീ ഒരു കാര്യം കൂടി നീ ചെയ്യാനുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ജോലിയെല്ലാം മഹാപുരോഹിതന്റെ. പാപിയായ വ്യക്തിയോട് പറഞ്ഞു, നിന്റെ ആ 2 കൈയും എടുത്തിട്ട് ഈ മൃഗത്തിന്റെ തലയിലോട്ടൊന്ന് വഹിക്കണം. പാപിയായ വ്യക്തി, പാപം ചെയ്ത വ്യക്തി തന്റെ 2 കരങ്ങളും ആ മൃഗത്തിന്റെ തലയിലോട്ട് എടുത്തു വെച്ചു. അല്പസമയം ധ്യാനിക്കാൻ പറഞ്ഞു. അല്പസമയം ധ്യാനിക്കുക ചെയ്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? പാപിയായ വ്യക്തിയുടെ സകല പാപങ്ങളും ഇപ്പോൾ ഒരു പാപവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും പാപം മുഴുവൻ ഈ പാപമില്ലാത്ത, ഊനമില്ലാത്ത വ്യക്തിയിലേക്ക് പാപം മുഴുവൻ അങ്ങോട്ട് ചെന്നു. ആ പാപം മുഴുവൻ അങ്ങോട്ട് ചെന്നു. ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ബോത്ത് ഡയറക്ഷൻ. നൗ ആ പാപമില്ലാത്ത മൃഗത്തിന്റെ നീതി, അതിന്റെ റൈറ്റ്യസ്നെസ്, അത് മുഴുവൻ ഈ പാപം ചെയ്ത വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ മൃഗത്തിന്റെ ഊനമില്ലാത്ത, പാപമില്ലാത്ത, നിഷ്കളങ്കമായ അവസ്ഥ അല്ലെങ്കിൽ റൈറ്റ്യസ്നെസ് മുഴുവൻ എന്നിലേക്ക് പ്രവേശിക്കുകയും പാപിയിലേക്ക് പ്രവേശിക്കുകയും പാപം ചെയ്ത നമ്മുടെ ഓരോരുത്തരുടെയും പാപം മുഴുവൻ ആ മൃഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പം 3 പേര് നിൽക്കുക. ഇപ്പോ ആരാ പാപി? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആരാണിപ്പോൾ പാപി? പാപിയായത് ഈ മൃഗമാണ്, അല്ലേ?
പാപിയായത് ഇപ്പം മൃഗമാണ്. ഇപ്പോ നീതീകരിക്കപ്പെട്ട് പാപമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് ഞാനാ, മൃഗത്തെയും കൊണ്ട് ചെന്ന ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കാണുന്ന സകല യാഗങ്ങളും സകല വിഷയങ്ങളും പോയിന്റ് ചെയ്യുന്നത് പുതിയ നിയമത്തിലെ റിയാലിറ്റിയിലേക്ക്, ഷാഡോ ആൻഡ് റിയാലിറ്റി. നാം ഓരോരുത്തരും ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം വീണ്ടും ജന്നത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ദിവസവും കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നാം ചെല്ലുന്നത് we are coming trusting in the finished work of the Lord Jesus. We are coming in the name of Jesus. ആ യാഗവസ്തുവിനെയും കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പിതാവിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ പിതാവ് നോക്കുന്നത് നമ്മുടെ പാപത്തെ അല്ല. പിതാവ് വട്ടം ചുറ്റി നടന്ന് നോക്കുന്നത് നമ്മൾ എത്രമാത്രം പാപം ചെയ്തു, എത്ര സീരിയസ് ആയിട്ടുള്ള പാപം ചെയ്തു എന്നുള്ളതല്ല നോക്കുന്നത്. മറിച്ച് പിതാവ് നോക്കുന്നത് യാഗവസ്തുവിന്, നമുക്ക് പകരം നിൽക്കുന്ന യാഗവസ്തുവിന് എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ഊനമുള്ളതാണോ, അത് അക്സെപ്റ്റബിൾ ആണോ, അതിനെ അറക്കുവാൻ കൊള്ളുമോ എന്നതാ പിതാവ് നോക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ അല്ല പിതാവ് നോക്കുന്നത്. ഇത് പലപ്പോഴും വിശ്വാസികളായ നമുക്കുള്ള ഒരു വലിയ കുറവാ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മള് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഒരു ആവശ്യത്തിന്റെ മുഖത്ത് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മള് ലോർഡ് സപ്പർ എടുക്കുവാൻ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ അവസാനം ലോർഡ് സപ്പറിലേക്കാണ് വരുന്നത്. ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് അവിടേക്കാണ്. അല്ലെങ്കിൽ ഞാൻ അവിടേക്കാ പൊക്കോണ്ടിരിക്കും, നമ്മൾ അവിടേക്കാ പൊക്കോണ്ടിരിക്കും. അവിടെ ലോർഡ് സപ്പർ എടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ എത്ര പേരെടുക്കാതെ മാറി നിൽക്കുന്നു. ഹല്ലേലൂയ. കാരണം വി ലുക്ക് വിത്തിൻ, നമ്മളിലേക്ക് നാം നോക്കും. നമ്മുടെ ആവശ്യവുമായിട്ട്, നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. We are not trusting in that precious blood of the Lamb of God. ആ പുണ്യവാനായ ദൈവ കുഞ്ഞാടായ യേശുവിന്റെ പരിപാവനമായ രക്തത്തിലേക്കല്ല പലപ്പോഴും നമ്മൾ നോക്കുന്നത്. We are not looking into the finished work of Jesus, but we are looking within ourselves. നമ്മൾ നമ്മളിലേക്ക് തന്നെയാണ് നോക്കുന്നത്. നമ്മൾ യോഗ്യരാണോ, നമ്മുടെ പാപം എത്രമാത്രമുണ്ട്, നമ്മൾ ചെയ്തതെല്ലാം ശരിയാണോ, നമ്മൾ കൽപ്പനയെല്ലാം അനുസരിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മള് ആ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ടല്ലോ, ഐ ആസ്ക് എവരിതിങ് ഇൻ ദ സ്വീറ്റ് നെയിം ഓഫ് ജീസസ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? പറയുന്നത് വി കം ടു ദ ഫാദർ ലുക്കിംഗ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ആ കംപ്ലീറ്റ് ചെയ്ത, യേശു കാൽവറിയിൽ ചെയ്ത ആ യാഗത്തെ, ആ വസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, അതിനെ നോക്കിക്കൊണ്ടാ നമ്മൾ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പിതാവ് ഇവിടെ ബിഷപ്പിന്റെ സ്ഥാനത്ത് നിൽക്കും, യാഗവസ്തുവിന്റെ സ്ഥാനത്ത് യേശു നിൽക്കുക, പാപിയായ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നിൽക്കുക. നമ്മളെ അല്ല നോക്കുന്നത്, മറിച്ച് നമ്മുടെ മുൻപാകെ നിൽക്കുന്ന യാഗവസ്തുവിനെയാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്ര ഗുണമുള്ളവരാണെന്നല്ല നോക്കുന്നത്. പിതാവ് അങ്ങനെ അല്ല നോക്കുന്നത്. അപ്പുറത്ത് നിന്ന് ബിഷപ്പ് നോക്കുന്നത്, സ്വർഗീയ പിതാവ് നോക്കുന്നത് യാഗവസ്തുവിന്റെ മേലാണ്. ഇനിയും ഇവിടെ ഒരു കാര്യം കൂടെ പുരോഹിതൻ, ബിഷപ്പ്, ഈ ഇന്നിനി പാപി എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. പാപം ട്രാൻസ്ഫർ ചെയ്തു,
കർത്താവിന്റെ നീതി ലഭിച്ച, യാഗവസ്തുവിന്റെ നീതി ലഭിച്ച ആളിനോട് പറയുക, അവന്റെ കയ്യിലേക്ക് ഒരു വലിയ പിച്ചാത്തി എടുത്തു കൊടുത്തിട്ട് പറയും, കഴുത്ത് വെട്ടാൻ പറയും, കഴുത്ത് അറക്കാൻ പറയും. അപ്പോ ഞാൻ വളർത്തുന്ന ആ മൃഗത്തെ ഞാൻ തന്നെ അറക്കുക അല്പം പ്രയാസം അല്ലേ, ഇച്ചിരി വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയം. ഞാൻ അതിനെ അറത്തു. കത്തി മഹാപുരോഹിതന്റെ കയ്യിലേക്ക് കൊടുത്തു. മഹാപുരോഹിതന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അതിന്റെ രക്തം ഒരു ബേസിനിൽ അദ്ദേഹം അതിന്റെ രക്തം എടുത്തു. എന്റെ ജോലി കഴിഞ്ഞു. ഇതോടുകൂടി എന്റെ ജോലി കഴിഞ്ഞു. ഇനിയും ഒരു പൗരോഹിത്യ ശുശ്രൂഷ, മഹാപുരോഹിതൻ, ബിഷപ്പ് ആരംഭിക്കുക. മൃഗത്തെ ഇതുവരെ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ മൃഗത്തെയും കൊണ്ട് ചെന്ന ശേഷം ആ മൃഗത്തെ ഇനിയും അതിനെ അറക്കാൻ പോകും. അതിന്റെ തൊലി ഉരിഞ്ഞ് മാറ്റുക, അതിനെ അറക്കുക. അതിന്റെ ഓരോ അവയവങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അറത്തു വെച്ച് അതിനെ മുഴുവൻ വെള്ളത്തില് അത് കഴുകി വാഷ് ചെയ്തെടുക്കും. എന്തിനാണെന്നറിയാമോ? പുറമേ മാത്രം നോക്കിയാൽ പോരാ, ഈ യാഗവസ്തു അകമേ ഇത് പെർഫെക്റ്റ് ആണോ, ഇതിന്റെ ഉള്ളു മുഴുവൻ കളങ്കമില്ലാത്തതാണോ എന്നറിയണം. ഓരോ അവയവങ്ങളും, അതിന്റെ തല, അതിന്റെ കിഡ്നി, അതിന്റെ ലിവറ്, കൈകാലുകള്, ഇതെല്ലാം മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് അത് പുരോഹിതൻ കഴുകി വൃത്തിയാക്കുക, കഴുകി വെടിപ്പാക്കിയിട്ട് അതിന്റെ ഫാറ്റ് എല്ലാം കൂടെ എടുക്കും. സിൻ ഓഫറിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഫാറ്റ് എല്ലാം കൂടെ എടുത്തിട്ട്, കിഡ്നിയിലെ ഫാറ്റ്, ലിവറിലുള്ള ഫാറ്റ്, മറ്റ് ഓർഗൻസിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഫാറ്റ് എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത് ഈ ഫാറ്റ് എല്ലാം കൂടെ എടുത്ത് ബ്രൈസൺ ഓൾട്ടർ, യാഗപീഠത്തിലേക്ക് വെച്ചിട്ട് വെക്കും. അപ്പോൾ വീണ്ടും ഇതിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പുരോഹിതൻ എക്സാമിൻ ചെയ്തു. ഇത് പെർഫെക്റ്റ് എന്ന് കണ്ടപ്പോൾ പുരോഹിതൻ ഓർഡർ കൊടുത്തു, ദിസ് പേഴ്സൺ ഈസ് ക്വാളിഫൈഡ് പെർഫെക്റ്റ്ലി. ദിസ് പേഴ്സൺ, നോട്ട് ദിസ് പേഴ്സൺ, യാഗവസ്തു, ആ സാക്രിഫൈസ് പൂർണ്ണമായിട്ടും യോഗ്യതയുള്ളതാണ്. സർട്ടിഫൈ ചെയ്ത ഉടനെ തന്നെ പുരോഹിതനോ അസിസ്റ്റന്റ് പുരോഹിതന്മാരോ ലേവ്യരോ ആ യാഗപീഠത്തിൽ വന്ന് ഈ ഫാറ്റ്, അതിന്റെ മേധസ് എല്ലാം അത് കത്തിച്ചു കളയും. മേധസ് മുഴുവൻ യാഗപീഠത്തിന്മേൽ കത്തിക്കും. കത്തിച്ച ശേഷം അതിന്റെ ബാക്കി ഓർഗൻസ് എല്ലാം അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ കോർട്ട്യാർഡിന് വെളിയിലേക്ക് നടന്നു വരും. പലരും കൂടിയാ ചെയ്യുന്നത്. കോർട്ട്യാർഡിന് വെളിയിലേക്ക് നടന്നു വരും. ഇതിന്റെ പുറകെ പാപം വെടിപ്പാക്കപ്പെട്ട, ആരാധിക്കുവാൻ, പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന, പുരോഹിതന്റെ അടുത്തേക്ക് വന്ന വ്യക്തി പിന്നാലെ നടക്കും. അവരാ ബാക്കി ഓർഗൻസ് എല്ലാമായിട്ട് കോർട്ട്യാർഡിന് വെളിയിൽ വന്നു. അതിനു ചുറ്റും, ദേവാലയത്തിന് ചുറ്റും യഹൂദ മതത്തിലെ ഓരോ ഗോത്രക്കാരും, 12 ഗോത്രക്കാരും താമസിക്കുക. അവരുടെയൊക്കെ ടെന്റ് പാസ് ചെയ്ത് ഇവരുടെ പാളയത്തിന് വെളിയിൽ വന്ന ശേഷം അവിടെ ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആ വിറക് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ചാരമിടുവാനായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ആ വിറകിന്റെ മേൽ ഇത് മൃഗത്തിന്റെ ബാക്കി യാഗവസ്തുവിന്റെ അവയവങ്ങളെല്ലാം അവിടെ വെച്ച് അതിനെ കത്തിച്ചു കളയും. ആ ചാരം മറ്റൊരു സൈഡിലേക്ക്, ചാരം ഇടുവാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കും. ഇപ്പോൾ ഇവിടെ യാഗം കംപ്ലീറ്റ് ആകുക. ഈ വ്യക്തിക്ക് ഇനി പോകാം. വെറുതെ അല്ല, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്ക. അറിയാമല്ലോ ആ പാട്ട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്ക, നിൽക്കും നഗരം ഇല്ലിവിടെ കളത്തിലത്രേന, നിൽക്ക വേണ്ട പൊരുതി യാത്ര തുടരാം,
എന്നും യാത്ര തുടരാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേറ്റ ഒരു യേശുക്രിസ്തു നമുക്കുണ്ട്. ഈ പാളയത്തിന്റെ വെളിയിലായി, യെരൂശലേം നഗരത്തിന് പുറത്തായി കഷ്ടമേറ്റ, അവിടെ വെച്ച് ദൈവക്രോധ അഗ്നിയിൽ വെന്തെരിഞ്ഞ ഒരു ന്യൂ കവനന്റിലെ, പുതിയ നിയമ ഉടമ്പടിയിലെ ഒരു യാഗവസ്തു അവിടെ വെന്തെരിയുന്നതിലേക്ക് നമുക്ക് നോക്കുവാൻ സാധിക്കും. നമ്മുടെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്തു. ഇവിടെ ഇത് നമ്മൾ ന്യൂ കവനന്റിലേക്ക് എടുക്കും. നമ്മൾ ഓരോ തവണ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തില് നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ എന്ത് ആവശ്യവുമാണേലും കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ, let me tell you, don't look within. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കരുത്. മറിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവസാനം പറയും, ലോർഡ് വി കം unto you and now we ask everything, I ask everything, trusting in the finished work of my Lord and Savior എന്ന് പറയും. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനങ്ങനെ എന്റെ മനസ്സിലേക്ക് ആ പിക്ചർ കൊണ്ടുവരാനായിട്ട്, ട്രസ്റ്റിംഗ്, എന്നെ നോക്കിയാൽ, എന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഞാൻ ഒരു കാലത്തും ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഒരു കാലത്തും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ എനിക്ക് യോഗ്യത ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കാലത്തും ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നൽ വരത്തില്ല. കാരണം എന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു, എന്റെ ചിന്തകൾ എപ്രകാരമാണ് എന്ന് എനിക്കറിയാം. എല്ലാ മനുഷ്യർക്കും അങ്ങനെ. നമ്മൾ ഒരിക്കലും നമ്മളെ ക്വാളിഫൈ ചെയ്യത്തില്ല, നമ്മളെ യോഗ്യരാക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ കുറവേ കണ്ടുപിടിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയാൽ നാം കുറവേ കാണത്തുള്ളൂ. മറിച്ച് ദൈവം അങ്ങനല്ല നമ്മളെ നോക്കുന്നത്. ദൈവം നമ്മളെ അല്ല നോക്കുന്നത്, പിതാവ് നോക്കുന്നത് യാഗവസ്തുവിനെ. അതുകൊണ്ട് നമ്മളും നോക്കേണ്ടത് യാഗവസ്തുവിനെയാ നോക്കേണ്ടത്. ആ യാഗവസ്തുവിന്റെ മറവിൽ ആണ്, അവന്റെ രക്തത്തിന്റെ ആ മറ, എ സ്ക്രീൻ ഓഫ് ഹിസ് ബ്ലഡ്. വി ആർ ഹൈഡിങ് ബിഹൈൻഡ് ദാറ്റ് സ്ക്രീൻ ഓഫ് ഹിസ് ബ്ലഡ്. കർത്താവ് നോക്കുന്നത് രക്തത്തിൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നു. പരിപാവനമായ, പരിശുദ്ധമായ രക്തത്തിൽ കൂടെ. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ പൂർണ്ണ യോഗ്യനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന തത്സമയത്ത് കൃപ ലഭിക്കുവാനും സഹായത്തിന് ഉള്ള കരുണ ലഭിക്കാനുമായി എങ്ങനെ കൃപാസനത്തിനടുത്തേക്ക് വരണമെന്ന ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരിക. ഞാൻ എപ്പോ എന്നെ നോക്കിയാൽ എന്റെ ധൈര്യം ചോർന്നു, എപ്പോൾ ഞാൻ എന്റെ പ്രവൃത്തികളോ ചെയ്തികളെയോ എന്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ നിമിഷം എന്റെ ധൈര്യം ചോർന്നു. എന്നാൽ ഞാൻ എപ്പോൾ യേശുവിനെ നോക്കുന്നുവോ, യേശുവിന്റെ കാൽവറിയിലെ യാഗത്തിലേക്ക് നോക്കുന്നുവോ, അവിടെ എന്റെ ഫെയ്ത്ത് വർദ്ധിക്കും, എന്റെ വിശ്വാസം വർദ്ധിക്കും. രോഗസൗഖ്യത്തിനുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കും. എനിക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കും. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് കടന്നു വരിക. കം വിത്ത് ബോൾഡ്നെസ് ടു ദ മെർസി സീറ്റ്. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് കടന്നു വരിക. കർത്താവ് പറഞ്ഞ ധൈര്യത്തോടെ വരാൻ, അല്ലെ? നമുക്ക് എവിടെയാ ധൈര്യം വരുന്നതെന്ന് അറിയാമോ? ആ യാഗവസ്തുവിലേക്ക് നോക്കുമ്പോൾ. ഇനി നമ്മൾ ആരും നമ്മിലേക്ക് നോക്കരുത്, നമ്മിലേക്കല്ല നോക്കേണ്ടത്, ആ യാഗവസ്തുവിനെ നോക്കണം. ആ യാഗവസ്തുവിനെ നോക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. ആ യാഗവസ്തുവിന്റെ യാഗപ്രക്രിയയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കുവാൻ. നമുക്ക് വേണ്ടി ബലിയാടായ ഒരു യാഗവസ്തു. നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കൂടെ കടന്നു ഞാൻ പെട്ടെന്ന് നിർത്തുക, വളരെ ചുരുക്കമായിട്ട്. കഴിഞ്ഞ ദിവസം നാം ചോദിച്ച ചോദ്യം എന്താണ്? എത്ര പെയർ ആനിമൽസിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ, ക്ലീൻ ആനിമൽസിനെയും അൺക്ലീൻ ആനിമൽസിനെയും നോഹ എടുത്തു? 7 പെയർ. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 വെച്ചും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 വെച്ചും 1 പെയറും വെച്ചും ആണ് എടുത്തത്. അപ്പൊ ശുദ്ധി ഉള്ള മൃഗങ്ങളിൽ നിന്ന് 7 എടുക്കുവാൻ കാരണം നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇമ്മീഡിയറ്റ്ലി
അവിടെ യാഗം കഴിക്കുന്നു. ക്ലീൻ ആയിട്ടുള്ള ശുദ്ധിയുള്ള മൃഗത്തെ യാഗം കഴിക്കുന്നു. അപ്പോൾ യാഗത്തിന് വേണ്ടിയും ഒക്കെ ആയിട്ട് 7 ശുദ്ധിയുള്ള ആനിമൽസിനെയും ശുദ്ധിയില്ലാത്തത് ഒരു പേരിനെയും ആണ് നോഹ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത്, എന്തിനാണ് ക്ലീൻ ആനിമൽസും ശുദ്ധിയുള്ള മൃഗവും അശുദ്ധിയുള്ള മൃഗവും, എന്തിനാണ് ശുദ്ധിയുള്ള മൃഗവും അശുദ്ധിയുള്ള മൃഗവുമായിട്ടുള്ള വേർതിരിവ്? ദൈവം സൃഷ്ടിച്ചതെല്ലാം ശുദ്ധിയുള്ള മൃഗങ്ങളല്ലേ? പിന്നെ എന്തിനാണ് ദൈവം ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും എന്ന് വേർതിരിവ്? നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യം ഒന്ന് വായിക്കാം. Now if you will obey me and keep my covenant, Now if you will obey me and keep my covenant, you will be my own special treasure from among all the people of you will be my special treasure from among all the nations. Let me repeat that. You will be my special treasure from among all the nations. You will be my special treasure from among all the nations. Okay. ഇസ്രായേലിനോട് പറയുകയാണ്, for all the earth belongs to me, for all the earth belongs to me. and you will be my kingdom of priests, You will be my kingdom of priests, my holy nation. my holy nation. This is the message you must give it to the This is the message that you must give it to the children of Israel. അപ്പോൾ ഇവിടെ 3 കൂട്ടം കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ എനിക്കൊരു സ്പെഷ്യൽ ട്രഷർ ആയിരിക്കും, എ പെക്യൂലിയർ പീപ്പിൾ ടു മീ ഫ്രം എമംഗ് ഓൾ ദ നേഷൻ. ഭൂമിയിലുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു, അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എനിക്ക് സ്പെഷ്യൽ പീപ്പിൾ ആയിരിക്കും, എ പെക്യൂലിയർ പീപ്പിൾ ആയിരിക്കും. 2, you will be a kingdom of priests. പുരോഹിതന്മാരുടെ ഒരു രാഷ്ട്രമായിരിക്കും നിങ്ങൾ എനിക്ക്. അടുത്തത് 3, you will be a holy nation. വിശുദ്ധമാക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു രാജ്യമായിരിക്കും നിങ്ങൾ എനിക്ക്. ഇനിയും നമ്മള് അപ്പസ്തോല പ്രവൃത്തികൾ 10-ഉം 11-ഉം ഞാൻ വായിക്കാനായിട്ട് പറഞ്ഞായിരുന്നു. ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരിക്കൽ പത്രോസ് ഒരു ദർശനം കാണുന്നത്. ആ ദർശനം കണ്ടത്, അദ്ദേഹം ടെറസിലിരിക്കുകയാണ്, മുകളിൽ നിന്നൊരു വെസല് താഴേക്ക് ഇറങ്ങി വന്നു. അതില് ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും പത്രോസ് ദർശനത്തിൽ കാണുക. ഭൂമിയിലുള്ള സകല മൃഗങ്ങളും ദർശനത്തിൽ പത്രോസ് ദർശിക്കുക. പത്രോസ് യഹൂദനാണ്. അദ്ദേഹത്തോട് പറയുക, ഒരു ശബ്ദം കേൾക്കുന്നു, പത്രോസേ, ഈ മൃഗത്തെ നീ അറുത്ത് തിന്നുക. പത്രോസ് എന്നാ പറഞ്ഞു? അയ്യോ കർത്താവേ, പാടില്ല 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 പാടില്ല, കാരണം ഞാൻ യഹൂദനാ, ഞാൻ വിശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ ഞാൻ ഭക്ഷിക്കത്തില്ല. പഴയ നിയമം മുഴുവനും ഞാൻ കൊണ്ട് വിശുദ്ധി ഉള്ളതിനെ മാത്രമേ ഭക്ഷിക്കാവുന്ന. ഞാൻ ഭക്ഷിക്കത്തില്ല, ഞാൻ യഹൂദനാ, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഈ പുതിയ നിയമത്തിൽ പത്രോസ് വന്ന ഈ സമയം വരെയും പത്രോസ് അശുദ്ധിയുള്ള മൃഗത്തെ ഭക്ഷിച്ചിട്ടില്ല. യഹൂദ മതത്തിൽ നിന്ന് ഹീസ് ട്രാൻസ്ഫോമിങ് ഇൻടു ക്രിസ്ത്യാനിറ്റി, എ പ്രോഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇതുവരെയും അപ്പസ്തോല പ്രവൃത്തികളിലെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്നും പത്രോസ് ഇതുവരെ അശുദ്ധിയുള്ള മൃഗത്തെ ഭക്ഷിച്ചിട്ടില്ല. ഉടൻ കർത്താവ് ചോദിക്കുക, ദൈവം ശുദ്ധീകരിച്ചതിന് നീ ആരാണ് അശുദ്ധി ഉള്ളതെന്ന് പറയാൻ? ഹു ആർ യു? നീ ആരാണ്? ദൈവം ശുദ്ധീകരിച്ച മൃഗത്തെ അശുദ്ധി ഉള്ളതെന്ന് പറയാൻ നീ ആരാണ്? അങ്ങനെ ഇത് 3 പ്രാവശ്യം സംഭവിച്ചു. അങ്ങനെ ഈ ദർശനത്തിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ദൂതൻ വേറൊരിടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ദൂതൻ കൊർണേലിയോസിന് ദർശനം കാണിച്ചു. നീ പത്രോസിനെ ചെന്ന് വിളിക്കാൻ പറഞ്ഞു. കൊർണേലിയോസ് ജാതിയാണ്, ഹീസ് എ ജെന്റൈൽ, ഹീസ് നോട്ട് ജൂ. യഹൂദനല്ല, ജാതിയാണ്. അവനെ ചെന്ന് വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചു. അവൻ പെട്ടെന്ന് പത്രോസിന്റെ അടുത്തേക്ക് ആളിനെ വിട്ടു.
അപ്പോൾ പത്രോസ് ഇങ്ങനെ ദർശനത്തെ പറ്റി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? ഞാൻ മൃഗത്തെ കഴിച്ചിട്ടില്ലോ, അശുദ്ധമായിട്ടുള്ള മൃഗത്തെ കഴിച്ചിട്ടില്ലല്ലോ, എന്താണ് ഈ മൃഗത്തെ കഴിക്കുവാൻ ദൈവം പറയുന്നത്? അങ്ങനെ ഇരുന്നപ്പോൾ അത് താഴെ ആളുകൾ വന്നു. വീണ്ടും ദൂതൻ പറഞ്ഞു അവരുടെ കൂടെ ധൈര്യമായിട്ട് പോവാൻ. പത്രോസ് അവരുടെ കൂടെ പോയി ചെന്നപ്പോഴാണ് പത്രോസിന്റെ ഒരു കാര്യം മനസ്സിലാകുന്നത്. താൻ ജാതിയുടെ ഒരു ഭവനത്തിലെ, വിജാതിയന്റെ ഒരു ഭവനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. യഹൂദന് ശമരിയെ കൂടെ പോകുന്നത് നിഷിദ്ധമാണ്. യഹൂദൻ വിജാതിയന്റെ അടുത്ത് പോകുന്നത് അവന് നിഷിദ്ധമാണ്. കാരണം അങ്ങനെ വിജാതിയന്റെ അടുത്ത് ചെന്ന് പത്രോസ് വായ് തുറന്ന് സംസാരിച്ചപ്പോഴാണ് പത്രോസിന് സ്വപ്നത്തിന്റെ, ദർശനത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. പത്രോസ് 11-ാം അധ്യായത്തിൽ, അപ്പസ്തോല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരുവനെയും അശുദ്ധനെന്നും വിശുദ്ധനെന്നും വിളിക്കരുത് എന്ന് കർത്താവ് ഒരു ദർശനത്തിൽ കൂടി എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ദൈവം അശുദ്ധിയുള്ള മൃഗമെന്നും ശുദ്ധിയുള്ള മൃഗമെന്നും അശുദ്ധിയുള്ള മൃഗമെന്നും ഒരു വേർതിരിവുണ്ടാക്കിയത് എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. യഹൂദനെ ഒരു പെക്കൂലിയർ പീപ്പിൾ ആയിട്ട്, ഒരു പെക്കൂലിയർ നേഷൻ ആയിട്ട്, ഒരു സ്പെഷ്യൽ ട്രഷറായിട്ട്, ഒരു കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആയിട്ട്, പൗരോഹിത്യ രാജ്യമായിട്ട്, ഒരു വിശുദ്ധ രാജ്യമായിട്ട്, എവിടെ നിന്ന്? മറ്റുള്ള സകല രാജ്യത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കുവാൻ വേണ്ടി അവൻ യഹൂദ രാഷ്ട്രം ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ നോഹയുടെ സമയത്ത് ദൈവം ഇത് പത്രോസിന് കൺവേ ചെയ്ത് കൊടുക്കുക, ദൈവം ഇത് ജനത്തിന് കൺവേ ചെയ്ത് കൊടുക്കുക, വിശുദ്ധ മൃഗത്തെയും അശുദ്ധ മൃഗത്തെയും വേർതിരിച്ച് വെക്കുവാൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പല ഹെൽത്ത് റീസൺ ഒക്കെ. നോ, അതല്ല. ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. ഹെൽത്ത് റീസൺ കാണുമായിരിക്കാം, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ്. ബൈബിൾ ഈസ് കൺവേയിങ്. It is talking, clean and unclean animal is talking about Jew and Gentile. Clean animals യഹൂദനെ കാണിക്കുകയും അവരെ പെക്കൂലിയർ പീപ്പിൾ ആയിട്ട് കാണിക്കുകയും അൺക്ലീൻ ആനിമൽസ് വിജാതിയരെ കാണിക്കുകയും ചെയ്യുന്ന ആ ഡിസ്റ്റിങ്ഷന് വേണ്ടിയാണ് ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവുമായിട്ട് ദൈവം വേർതിരിച്ചത്. അല്ലാതെ ഹെൽത്ത് റീസൺ അല്ല അവിടുത്തെ പോയിന്റ്. ഹെൽത്ത് റീസൺ ചിലപ്പം കണ്ടെന്ന് വരാം. അതുകൊണ്ട് നാം എല്ലാവരും പോയി എന്ത് മീറ്റിംഗ് കഴിക്കണമെന്നല്ല, നമുക്ക് അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ ജാതിയും യഹൂദനും തമ്മിലുള്ള ആ വേർതിരിവ്, ആ വേർപാട് അത് മാറ്റി. ഇന്ന് യഹൂദനില്ല, ഇന്ന് ജാതിയില്ല, ആണും പെണ്ണുമില്ല, എല്ലാവരും ക്രിസ്തു. ജാതിയും യഹൂദനും, യഹൂദനും ജാതിയുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ, എല്ലാവരും ദൈവ മക്കളത്രേ എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ശുദ്ധിയുള്ള മൃഗങ്ങളും അശുദ്ധിയുള്ള മൃഗങ്ങളും എന്ന് വേർതിരിച്ച്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നാം എന്ത് കഴിക്കുന്നതോ എന്ത് കുടിക്കുന്നതോ എന്നുള്ളതല്ല വിഷയം. 1 തിമോത്തിയോസ് 4:1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. എന്തും ദൈവം സൃഷ്ടിച്ചത് എന്തും അത് സ്തോത്രത്തോടുകൂടി നമ്മൾ ഭക്ഷിക്കുക അത്രേ, പാനം ചെയ്യുക അത്രേ ചെയ്യേണ്ടത്. പക്ഷെ പേഴ്സണൽ ചോയ്സ് നമുക്കുണ്ട്. ഒരാള് പോർക്ക് തിന്നുകയില്ല, ഓക്കെ, ദാറ്റ്സ് ദെയർ ചോയ്സ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഡോക്ട്രിൻ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ആ ചോദ്യം ഞാൻ അവിടെ നിർത്തിക്കോട്ടെ. അടുത്ത ദിവസത്തേക്കുള്ള ഒരു ചോദ്യം കൂടെ പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ വരവ് എന്തിനായി? ഡോണ്ട് ടെൽ മീ ടു ഫോർഗീവ് സിൻസ്. യഥാർത്ഥത്തിൽ യേശു വന്ന എന്തിന്? പാപം മോചിക്കാനാണ്. എന്നാൽ അതൊരു ഭാഗം മാത്രമാണ്. നമ്മള് അധികാരത്തെ പറ്റി പഠിച്ചു. അധികാരവുമായിട്ട് ബന്ധപ്പെട്ട, ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത ആ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യേശുക്രിസ്തു വരാനുള്ള കാരണം. ഇറ്റ്സ് അബൌട്ട് അതോറിറ്റി ഗിവൺ ടു മാൻ. അതിനെപ്പറ്റി ചിന്തിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.